നമസ്കാരം. മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ മിൽക്ക് പ്രോഡക്ട്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല തരത്തിലുള്ള പാലുകളെ കുറിച്ചാണ്. അപ്പൊ നമുക്കറിയാം, പാലെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നോർമലി നമുക്ക് പശുവിൽ നിന്ന് അല്ലെങ്കിൽ ബഫലോയിൽ നിന്ന് കിട്ടുന്ന പാല്, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഒക്കെ ജീവികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാല്. ഈ പാലിന് അതിൻ്റെതായിട്ടുള്ള ഫാറ്റ് കണ്ടന്റ് ഉണ്ട്, SNF കണ്ടന്റ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. ഇതിനെ പല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടും അല്ലെങ്കിൽ അതിനെ പൗഡേർഡ് ആക്കിയും കോൺസെൻട്രേറ്റ് ചെയ്തും ഒക്കെ നമുക്ക് വിവിധ തരത്തിലുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതെല്ലാം ലിക്വിഡ് മിൽക്ക് അല്ലെങ്കിൽ പൗഡേർഡ് മിൽക്ക് എന്ന രീതിക്ക് തന്നെ നമ്മളിലേക്ക് എത്തും. എന്നാലും അതിന്റെ കോമ്പോസിഷനും അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസും അതിന്റെ പ്രിപ്പറേഷനും ഒക്കെ അതിന് ന്യൂട്രീറ്റീവ് വാല്യൂലും ഒക്കെ ചെറിയ രീതിക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അവിടെയാണ് സ്പെഷ്യൽ മിൽക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. Special milks. There are different varieties of milks available for consumption. Different milks tends to vary according to the way they are produced and their fat content. അപ്പോൾ പാലിനകത്ത് ജനറലി പാലെന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ഫാറ്റ് കണ്ടന്റ് ഇത്ര അതായത് ഇപ്പോൾ ടോൺഡ് മിൽക്കിന് ഇത്ര, ഡബിൾ ടോൺഡ് മിൽക്കിന് ഇത്ര, സ്കിംഡ് മിൽക്കിന് ഇത്ര, ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ SNF കണ്ടന്റും അല്ലേ. എന്നാൽ പ്രോട്ടീൻ, ലാക്ടോസ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ പാലിന്റെ കോമ്പോസിഷനിൽ വരുന്ന സാധനങ്ങളാണ്. ഇതിൽ ചില കാര്യങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട്, മെയിൻലി ഫാറ്റ്, SNF എന്നീ കാര്യങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള മിൽക്കുകൾ ഉണ്ടാകുന്നത്. അതായത് ഒരേ പാലിൽ നിന്നായിരിക്കും അതിനകത്ത് ഈ ഫാറ്റ്, SNF എന്ന് പറയുന്ന സാധനത്തിന് ഉണ്ടാകുന്ന വേരിയേഷൻസിനനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിൽക്സ് കിട്ടും. ഓക്കെ, സച്ച് മിൽക്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് സ്പെഷ്യൽ മിൽക്സ്. ഇത് മാത്രമല്ല, ചിലത് നമ്മൾ പാസ്ചറൈസ് ചെയ്യുന്ന രീതിയുടെ ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലേവറിന്റെ ആകാം, അല്ലെങ്കിൽ നമ്മൾ ചിലതൊക്കെ ഫോർട്ടിഫൈ ചെയ്യും അല്ലെ. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി ഒക്കെ വെച്ചിട്ട് ഫോർട്ടിഫൈ ചെയ്യും, അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞ ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്. ഇനി മിൽക്കിന്റെ സ്കേഴ്സിറ്റി ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ എന്താണ്, അവിടെ എന്താണ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക്, നമ്മുടെ എന്താണ് സ്കിം മിൽക്ക് പൗഡർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത്. പിന്നെ ഹ്യൂമനൈസ്ഡ് മിൽക്ക് ഉണ്ടാകും. പിന്നെന്താണ് വെജിറ്റബിൾ മിൽക്ക്, ഇപ്പം നമ്മൾ ആൽമണ്ടിൽ നിന്നൊക്കെ പാലെടുക്കും. അപ്പൊ അങ്ങനത്തെയൊക്കെ സംഭവം. സോയാ മിൽക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള പാലുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കിക്കേ, സ്പെഷ്യൽ മിൽക്സ് മേ ബി ഫ്ലേവേർഡ് മിൽക്ക്, sterilized milk, vitaminized milk, frozen concentrated milk, standardized milk, homogenized milk, recombined milk, toned milk, double toned milk, humanized milk, filled milk, imitation milk and vegetable milk. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്പെഷ്യൽ മിൽക്കുകൾ. ഇവർ ഓരോന്നെയും നമുക്ക് പരിചയപ്പെടാം. വലിയ ഇൻഡെപ്ത് ആയിട്ടൊന്നും പഠിക്കേണ്ട, ഇതിൽ നിന്ന് ഒരു ചോദ്യമൊക്കെ വരാനുള്ള സാധ്യത. എസ്പെഷ്യലി നിങ്ങൾ മിൽക്ക് പ്രോഡക്ട്സ് പഠിക്കുമ്പോഴത്തേക്കും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഒന്ന് ഫെർമെന്റഡ് മിൽക്ക് പ്രോഡക്ട്സ് ആണ്. പിന്നെ ഒന്നുള്ളത് നമ്മുടെ ചീസിൽ നിന്ന് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു 5 മോഡ്യൂളാണല്ലേ, നിങ്ങൾക്ക് ഡയറി സയൻസിൽ നിന്ന് 5 മോഡ്യൂളാണ് ഉള്ളത്. ഇതിനകത്ത് കൂടുതൽ ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ളത് ഒന്ന് മിൽക്ക് പ്രോസസ്സിങ്ങിൽ നിന്ന് വരാം, പിന്നെ കാറ്റിൽ ബ്രീഡുകളെ കുറിച്ച് വരാം. അതുപോലെ മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നത് ചീസിന്റെ കേസിലാണ്. അതുകൊണ്ട് ചീസ് മാത്രമായിട്ട് നമ്മളൊരു വലിയ വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചീസിനെ കുറിച്ച് പറയാനുണ്ട്. പിന്നെ ഈ ബട്ടർ, ഗീ, അതിൻ്റെയൊക്കെ അക്മാർക്ക് സർട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ചില വാല്യൂസ്, അങ്ങനത്തെ ഒക്കെ പറഞ്ഞ കാര്യങ്ങളെ ചോദിക്കുള്ളൂ. പിന്നെ ഫെർമെന്റഡ് മിൽക്ക് പ്രൊഡക്ട്സിൽ ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസംസിന്റെ ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെ ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ എന്താണ്, ഭയങ്കര ഇൻഡെപ്തിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക് അല്ല എന്താണ് സ്പെഷ്യൽ മിൽക്കുകൾ. പക്ഷേ ഈ ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, സ്കിംഡ് മിൽക്ക്, ഹോൾ മിൽക്ക്, ഫുൾ ക്രീം മിൽക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാത്തിൻ്റെയും ഫാറ്റ് പെർസെന്റും SNF പെർസെന്റും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, സ്പെഷ്യലൈസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ FSSAI പ്രകാരം ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ആണ്. FSSAI പ്രകാരം സ്റ്റെറിലൈസ്ഡ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്താണ്, അവിടെ പാസ്ചറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് പാത്തജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ. അപ്പൊ അങ്ങനെ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ പാസ്ചറൈസേഷനേക്കാളും എഫക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് നമ്മുടെ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ ആണ് മെയിൻലി ഇതിനകത്ത് വരുന്നത്. അപ്പൊ എന്താണ്, FSSAI പ്രകാരം സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ മിൽക്ക് വിച്ച് ഹാസ് ബീൻ ഹീറ്റഡ് ഇൻ സീൽഡ് കണ്ടെയ്നർ continuously to a temperature of either 115 degrees Celsius for 15 minutes or at least 130 to 150 degrees Celsius for few seconds in a continuous flow and then packed under aseptic conditions
in hermetically sealed containers to ensure the preservation at room temperature for a long period from the date of manufacture. അപ്പോ ഞാൻ മിൽക്ക് പ്രോസസ്സിംഗ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ ചെയ്ത പാലുകളാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി പാലായിക്കോട്ടെ, അതിന്റെ പാക്കേജിംഗ് മെറ്റീരിയൽ ആയിക്കോട്ടെ, സെപ്പറേറ്റ്ലി സ്റ്റെറിലൈസ്ഡ് ആണ്, അസെപ്റ്റിക് കണ്ടീഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷന് വിധേയമായ പാല് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഏകദേശം 90 മുതൽ 120 ദിവസം വരെ കീപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതാണ് സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത് എന്താണ്, ഹെർമെറ്റിക്കലി എന്താണ് സീൽഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആയിരിക്കും. ആ കണ്ടെയ്നേഴ്സ് സെപ്പറേറ്റ്ലി എന്താണ് സ്റ്റെറിലൈസ് ചെയ്യപ്പെട്ടതായിരിക്കും, അസെപ്റ്റിക്കലായിട്ട് സ്റ്റെറിലൈസ് ചെയ്തതായിരിക്കും. അതുപോലെ തന്നെ പാലെന്ന് പറയുന്നത് ഒന്നെങ്കിൽ 115 ഡിഗ്രി സെൽഷ്യസ് 15 മിനിറ്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ 130 to 150 ഡിഗ്രി സെൽഷ്യസ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ ഒരു ഫ്യൂ സെക്കൻഡ്സ് ചെയ്ത അത്രയും സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള യാതൊരു രീതിയിൽ പാത്തജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഇല്ലാത്ത പാലായിരിക്കും. എന്താണ് പാത്തജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഇല്ലാത്ത പാലായിരിക്കും. ഇതിനെ സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നർ ഹെർമെറ്റിക്കലി സീൽഡ് ആയിരിക്കും, അസെപ്റ്റിക് ആയിരിക്കും, അതിനകത്ത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ കിട്ടുന്ന പാലിനെയാണ്, അതായത് ഒരു രീതിയിലുള്ള പാത്തജനിക് കണ്ടാമിനേഷൻസും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് ഉറപ്പുവരുത്തി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ലോങ് ടൈം പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന പാലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എന്താണ്, ഒന്ന് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷനും അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ സ്റ്റെറിലൈസേഷനും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ ദ റോ മിൽക്ക് നമ്മൾ സ്വീകരിക്കുന്നു. അതിനുശേഷം എന്താണ്, നമ്മൾ അതിനെ കൂൾ ഡൗൺ ചെയ്യുന്നു. ഒരു 5 ഡിഗ്രി സെൽഷ്യസ് 4 to 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ഡൗൺ ചെയ്യുന്നു. എന്നിട്ട് എന്താണ്, അതിനെ സ്റ്റോർ ചെയ്യുന്നു. ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ലോവർ ടെമ്പറേച്ചറിൽ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്, അതിനെ പ്രീഹീറ്റ് ചെയ്യാണ്. ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് ഒരു 35 to 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് പ്രീഹീറ്റ് ചെയ്യാണ്. ഫോർ എഫിഷ്യന്റ് ഫിൽട്രേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷന് വിധേയമാക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസോ കല്ലോ മണ്ണോ അല്ലെങ്കിൽ ഹസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സൊമാറ്റിക് സെൽസിന്റെ പ്രസൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ട്, കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്, എന്താണ് വിസിബിൾ ആയിട്ടുള്ള ഡർട്ട് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഫിൽട്രേഷൻ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും എന്താണ് 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ചെയ്യുന്നു ടു പ്രിസർവ് ഇറ്റ്സ് ക്വാളിറ്റി, ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, it should be then standardized to the prescribed percentage of fat and SNF content in order to confer the legal standards. അപ്പോൾ ലീഗൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള ഫാറ്റ് ആൻഡ് SNF പെർസെന്റിലേക്ക് ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. നമ്മൾ മിൽക്ക് പ്രോസസ്സിംഗ് പഠിച്ചപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന പ്രക്രിയ പറഞ്ഞു. നമ്മൾ ഹോൾ മിൽക്കിനെയും സ്കിം മിൽക്കിനെയും ഒക്കെ പാർട്ടാക്കി ഇത്ര ഹോൾ മിൽക്കിന് ഇത്ര സ്കിം മിൽക്ക് എന്ന രീതിക്ക് ആക്കിയിട്ട് നമ്മൾ എന്താണ് ആ പർട്ടിക്കുലർ ഫാറ്റ് പെർസെന്റും SNF പെർസെന്റും അച്ചീവ് ചെയ്യാൻ വേണ്ട രീതിക്കൊക്കെ അതാക്കുന്നു. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. പഠിച്ചിട്ടില്ലാത്തൊരു പഠിക്കണം കേട്ടോ. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. സ്റ്റാൻഡർഡൈസേഷന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ടോണ്ട് മിൽക്ക്, ഡബിൾ ടോണ്ട് മിൽക്ക് അങ്ങനെയൊക്കെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ലീഗൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് ചെയ്തു. അതിനുശേഷം എന്താണ്, ദ മിൽക്ക് ഷുഡ് ബി പ്രീ ഹീറ്റഡ്. എത്രയിലേക്ക്, 60 ഡിഗ്രി സെൽഷ്യസിലേക്ക് പ്രീ ഹീറ്റ് ചെയ്യുന്നു. മിക്കവാറും മിൽക്ക് പ്രോഡക്റ്റിന്റെ ഒക്കെ പ്രീ ഹീറ്റിംഗ് 60 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് കേട്ടോ. ഫോർ എഫിഷ്യന്റ് ഹോമോജനൈസേഷൻ, അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹോമോജനൈസേഷന് വിധേയമാക്കുന്നത്. ക്രീമി ലെയർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാറ്റ് ഗ്ലോബ്യൂൾസ് എല്ലാത്തിനെയും യൂണിഫോം സൈസിലേക്ക് ഒരു ഹൈ പ്രഷർ കൊടുത്ത് പൊടിച്ച് ഈക്വൽ എല്ലായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ആവുന്ന രീതിക്ക് ആക്കുന്നു. അങ്ങനെയാണ് ക്രീമി ലെയർ ഫോർമേഷന് പ്രിവെന്റ് ചെയ്യുന്നത്. പിന്നെന്താണ്, യൂഷ്വലി സിംഗിൾ സ്റ്റേജ് ഹോമോജനൈസേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് 2500 PSI പ്രഷറിലാണ് ഹോമോജനൈസേഷൻ നടത്തുന്നത്. ഒരു സിംഗിൾ സ്റ്റേജ് ഹോമോജനൈസേഷൻ മാത്രം നടത്തിയാൽ മതിയാവും. അതിനുശേഷം നോക്കിയത്, ഹോട്ട് മിൽക്ക് from the homogenizer should be filled into the cleaned and sanitized bottle coming from the bottle washing machine and then sealed with the സ്പെഷ്യൽ ക്യാപ്സ്. അപ്പോൾ എന്താണ്, നല്ല സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള യാതൊരു രീതിയിലുള്ള കണ്ടാമിനേഷനും ഇല്ലാത്ത ബോട്ടിൽ വരുന്നു. മെഷീൻസ് ആണ് നമ്മൾ എന്താണ് ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ ഒരു ഡയറി പ്ലാന്റിലൊക്കെ ആണെങ്കിൽ മെഷീനിൽ എന്താണ് ആ ഒരു ഹൈലി സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള ബോട്ടിൽ വരുന്നു. ഈ ബോട്ടിലേക്ക് എന്ത് ആഡ് ചെയ്യപ്പെടുന്നു, നമ്മുടെ ഈ പാല് ആഡ് ചെയ്യപ്പെടുകയാണ്. എന്നിട്ട് എന്താണ് സ്പെഷ്യൽ ക്യാപ്സ് വെച്ചിട്ട് അതിനെ സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ ഫിൽഡ് ആൻഡ് ക്യാപ്ഡ് ബോട്ടിൽ ഷുഡ് ബി ദെൻ പ്ലേസ്ഡ് ഇൻ എ മെറ്റൽ ക്രേറ്റ്സ്. അപ്പം അതിങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന മെറ്റൽ ക്രേറ്റ്സിലേക്ക് ആക്കുന്നു. അല്ലെങ്കിൽ ബാച്ച് പ്രോസസ് ആയിട്ട് ഓരോരോ ബാച്ച് ആയിട്ട്
ഓരോ കൺവേയേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് അതിങ്ങനെ മൂവ് ചെയ്ത് പോകും. അറിയാലോ നമ്മുടെ ഡയറി പ്ലാന്റുകളിലൊക്കെ ബോട്ടിൽസ് ഇങ്ങനെ പോകുന്നത് അതുപോലെ. എന്നിട്ട് എന്താണ്, യൂഷ്വലി ദ മിൽക്ക് ഈസ് സ്റ്റെറിലൈസ്ഡ്. അതിനുശേഷം, അതായത് ബോട്ടിൽ സാനിറ്റൈസ്ഡ് ആയിരുന്നു, അതിനകത്തേക്ക് പാൽ ആഡ് ചെയ്യുന്നു, അതിനുശേഷമാണ് ഇതിങ്ങനെ എന്താണ് അങ്ങനെ ഓരോരോ ബാച്ച് ആയിട്ട് പോവില്ലേ, അങ്ങനെ പോയിട്ടാണ് പിന്നെ അത് എന്തിലേക്ക് പോകുന്നത്, സ്റ്റെറിലൈസേഷന് വിധേയമാകുന്നത്. അപ്പോൾ 115 ഡിഗ്രി സെൽഷ്യസ് ടു 120 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 to 20 minutes ആണ് എന്താണ് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ആൻഡ് സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ബോട്ടിൽ ഷുഡ് ബി ഗ്രാജുവലി കൂൾഡ്. അതിനുശേഷം വീണ്ടും അതിനെ റൂം ടെമ്പറേച്ചറിലേക്ക് തണുപ്പിക്കുന്നു. ഭയങ്കര പെട്ടെന്ന് കൂൾ ചെയ്യാനോ പെട്ടെന്ന് ഹീറ്റ് ചെയ്യാനോ പാടില്ല, കാരണം എന്താണ്, ബോട്ടിലാണല്ലേ, പൊട്ടിപ്പോവും. സോ എനി സഡൻ കൂളിംഗ് മേ ലീഡ് ടു ദ ബോട്ടിൽ ബ്രേക്കേജ്. ഓക്കെ, അത് ഓർത്തിരിക്കണം കേട്ടോ. ആൻഡ് ഫൈനലി, അപ്പം ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമായിരിക്കും, എന്നിട്ട് സഡൻലി കൂൾഡ് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ഓക്കെ, അപ്പം ബാക്കി എല്ലാ സാധനങ്ങളും ശരിയാണ്, സഡൻലി കൂൾഡ്. അപ്പൊ കറക്റ്റ് ആൻസറിൽ ഓൾ ദ എബോ ഉണ്ടാവും, നമ്മൾ കൊണ്ട് ഓൾ ദ എബോ കുത്തും. അപ്പൊ ഓർക്കണം എന്താണ്, സഡൻലി കൂൾ ചെയ്യാൻ പാടില്ല, ഗ്രാജുവലി വേണം കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പെട്ടെന്ന് ആ ഒരു അത്രയും ഹൈ ടെമ്പറേച്ചർ 115 ഡിഗ്രി സെൽഷ്യസ് ടു 120 ഡിഗ്രി സെൽഷ്യസിലുള്ള സാധനം പെട്ടെന്ന് കൂൾ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ബോട്ടിലിന് ബ്രേക്കേജ് സംഭവിക്കാം. സോ ദർ ഷുഡ് ബി എ ഗ്രാജുവൽ ലോവറിംഗ് ഓഫ് ടെമ്പറേച്ചർ. എന്നിട്ട് എത്രയിലാണ് കൊണ്ടുവരേണ്ടത്, റൂം ടെമ്പറേച്ചറിലേക്കാണ് കൊണ്ടുവരുന്നത്. ഫൈനലി ദ മിൽക്ക് ഇൻ ബോട്ടിൽ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ കൂൾ പ്ലേസ്. അങ്ങനെ ഗ്രാജുവലി ടെമ്പറേച്ചർ കുറച്ച് റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് എന്താണ്, ഇതിനെ ഒരു കൂൾ പ്ലേസിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതാണ് ഇതിന്റെ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഒന്നുമില്ല, സാധാരണ പറഞ്ഞതുപോലെ തന്നെ പാലിനെ സ്വീകരിക്കുന്നു. ഈ നമ്മൾ മിൽക്ക് പ്രോസസ്സിംഗ് പറഞ്ഞ ബേസിക് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് ക്വാളിറ്റി ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതിനുശേഷമാണ് എന്താണ് ഈ മെയിൻ കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പം എന്താണ്, പാലിനെ റിസീവ് ചെയ്തു 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് ബൾക്ക് മിൽക്ക് കൂളറുകളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം എന്താണ് 60 ഡിഗ്രി സെൽഷ്യസിലേക്ക് പ്രീ ഹീറ്റ് ചെയ്യുന്നു, അല്ല ഒരു 35 to 40. എപ്പോഴും ക്ലാരിഫിക്കേഷൻ, ഫിൽട്രേഷൻ അതിന് പറ്റിയ ടെമ്പറേച്ചർ 35 to 40യും ഹോമോജനൈസേഷന് പറ്റിയ ടെമ്പറേച്ചർ ആണ് എത്രയാണ്, 60 ഡിഗ്രി സെൽഷ്യസും. അത് മിക്കതിന്റെ കേസിലും സിമിലർ ആയിരിക്കും കേട്ടോ. ഇത് ബൈ ഹാർട്ട് പഠിക്കുകയൊന്നും വേണ്ട, എങ്ങനെയാണ് സംഭവം എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ എന്താണ്, പ്രീ ഹീറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഫിൽട്രേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും ഒരു 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ചെയ്യുന്നു, അതിനുശേഷം സ്റ്റാൻഡർഡൈസേഷന് വിധേയമാക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ഫാറ്റ് പെർസെന്റും SNF പെർസെന്റേജും ഒക്കെ ലീഗൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വീണ്ടും പ്രീ ഹീറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഹോമോജനൈസേഷന് വിധേയമാക്കുന്നു. 2500 PSI പ്രഷറാണ് കൊടുക്കുന്നത്, 60 ഡിഗ്രി സെൽഷ്യസിലാണ്. വീണ്ടും ക്ലാരിഫിക്കേഷന് പോകുന്നു. അതിനുശേഷം എന്താണ്, ആ ബോട്ടിൽസ് സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള ബോട്ടിൽസ് വരുന്നു, അതിനകത്തേക്ക് ഫില്ല് ചെയ്യുന്നു, നല്ല രീതിക്ക് ക്യാപ്പ് ചെയ്യുന്നു. ഇതിനുശേഷം സ്റ്റെറിലൈസേഷന് വിധേയമാകുന്നു. 115 ഡിഗ്രി സെൽഷ്യസ് ടു 120 ഡിഗ്രി സെൽഷ്യസ് ടു 15 to 20 മിനിറ്റ്സ് ആണ് വരുന്നത്. അതിനുശേഷം എന്താണ്, ഗ്രാജുവലി കൂൾ ചെയ്ത് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു കോൾഡ് പ്ലേസിലേക്ക് നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷന്റെ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇനി ഇതാ നോക്കിക്കേ, അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ. അപ്പൊ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 135 ഡിഗ്രി സെൽഷ്യസ് ടു 150 ഡിഗ്രി സെൽഷ്യസ് ടു 1 to 2 സെക്കൻഡ്സ് ആണ്, അല്ലെങ്കിൽ ഒരു 1 to 4 സെക്കൻഡ്സ് വരെയൊക്കെ പോകാം. എങ്ങനെയാണ്, ഇതിന്റെ പ്ലേറ്റ് ഓർ ട്യൂബുലർ ഹീറ്റ് എക്സ്ചേഞ്ചർ വഴിയായിരിക്കും നടക്കുന്നത്. അപ്പം എന്താണ് റോ ആയിട്ടുള്ള മിൽക്ക് ഇങ്ങനെ പോകും, പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക് ഇങ്ങനെ പോകും. അപ്പോൾ എന്താണ്, പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ്. പലതരത്തിലുള്ള പല പ്ലേറ്റുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അവിടെ ഒരു തെർമൽ എക്സ്ചേഞ്ച്, എനർജി എക്സ്ചേഞ്ച് നടക്കുന്നു. അപ്പം എന്താണ്, എനർജി എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് പാസ്ചറൈസേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്നു. അതുവഴി കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ അതാണ് പ്ലേറ്റ് അല്ലെങ്കിൽ ട്യൂബുലർ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെന്താണ്, ദ മിൽക്ക് വിച്ച് ഇസ് ദെൻ ഓൾമോസ്റ്റ് സ്റ്റെറൈൽ. അപ്പൊ തന്നെ പാൽ എന്താണ്, ഓൾമോസ്റ്റ് സ്റ്റെറൈൽ ആണല്ലേ. അതിനുശേഷം ഇറ്റ് ഹാസ് ബീൻ ഫിൽഡ് ഇൻ ടു ദ കണ്ടെയ്നേഴ്സ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദ ഫില്ലിംഗ് ഹാസ് ബീൻ ഡൺ അസെപ്റ്റിക്കലി. അപ്പോൾ നമ്മൾ കണ്ടെയ്നേഴ്സ്, ഇവിടെ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ ആയതുകൊണ്ട് തന്നെ പാലിനെ നമ്മൾ സെപ്പറേറ്റ് സ്റ്റെറിലൈസ് ചെയ്തെടുത്തു, കണ്ടെയ്നറും നമ്മൾ സെപ്പറേറ്റ്ലി സ്റ്റെറിലൈസ് ചെയ്തെടുത്തു, എന്നിട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ്, അസെപ്റ്റിക്കലി ആണ് ആഡ് ചെയ്യുന്നു. ഒരു രീതിയിലുള്ള പാത്തജനിക് എൻട്രിയും നടക്കാത്ത രീതിയിൽ നല്ല ബന്ധോസ് ആയിട്ടാണ് പ്രിവെന്റ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അസെപ്റ്റിക് ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് നടക്കുന്നത്. പിന്നെന്താണ്, ഐഡിയലി ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഷുഡ് ബി ആസ് ക്വിക്ക് ആസ് പോസിബിൾ. അപ്പൊ ഹീറ്റിംഗും കൂളിംഗും ഇവിടെ ആസ് ക്വിക്ക് ആസ് പോസിബിൾ വേണം നടത്താനെന്ന് പറഞ്ഞു. ആൻഡ് ദിസ് അപ്ലൈസ് ഓൺലി ആസ് ലോങ് ആസ് ദ പ്രൊഡക്റ്റ് റിമൈൻസ് അണ്ടർ അസെപ്റ്റിക് കണ്ടീഷൻസ്. അസെപ്റ്റിക് കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മെറ്റീരിയൽ, അതായത് ബോട്ടിലും അസെപ്റ്റിക് ആയിരിക്കണം, നമ്മുടെ പാലും അസെപ്റ്റിക് ആയിരിക്കണം, ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടീഷനും അസെപ്റ്റിക് ആയിരിക്കണം, എൻ്റെ എൻവയോൺമെന്റും അസെപ്റ്റിക് ആയിരിക്കണം. പിന്നെന്താണ്,
ഇറ്റ് ഈസ് നെസസറി ടു പ്രിവെന്റ് റീ ഇൻഫെക്ഷൻ. അപ്പൊ എന്തെങ്കിലും പാക്കേജിങ്ങിന്റെ സമയത്തോ ഒക്കെ റീ ഇൻഫെക്ഷൻ നടക്കാനോ എന്തെങ്കിലും ഒരു പാത്തോജനിക് മൈക്രോ ഓർഗാനിസം ഉള്ളിലേക്ക് കടക്കാനോ ഉള്ള സാധ്യത നമ്മൾ പ്രിവെന്റ് ചെയ്തിരിക്കണം. പിന്നെ എന്താണ്, സ്റ്റെറിലൈസ്ഡ് പാക്കേജിംഗ് മെറ്റീരിയൽ അണ്ടർ അസെപ്റ്റിക് കണ്ടീഷൻസ് ആഫ്റ്റർ ഹീറ്റ് ട്രീറ്റ്മെന്റ്. ഇനി എന്താണ്, ആൻ ഇന്റർമീഡിയറ്റ് സ്റ്റോറേജ് ബിറ്റ്വീൻ ദ ട്രീറ്റ്മെന്റ് ആൻഡ് പാക്കേജിംഗ് മസ്റ്റ് ടേക്ക് പ്ലേസ് അണ്ടർ അസെപ്റ്റിക് കണ്ടീഷൻ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്ത് ഡിലേ വന്നാലും എന്ത് കാര്യം വന്നാലും ആ കണ്ടീഷൻ മുഴുവനും അസെപ്റ്റിക് ആയിരിക്കണമെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. പിന്നെ എന്താണ്, ദിസ് ഈസ് വൈ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പ്രോസസിംഗ് ഈസ് ആൾസോ നോൺ ആസ് അസെപ്റ്റിക് പ്രോസസിംഗ്. അപ്പോൾ ഓർക്കണം, ബോട്ടിൽ അസെപ്റ്റിക് ആയിരിക്കണം, നമ്മളുടെ മിൽക്ക് അസെപ്റ്റിക് ആയിരിക്കണം, അതുപോലെ അതിന്റെ എൻവയോൺമെന്റ് നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടീഷൻസ് എല്ലാം അസെപ്റ്റിക് ആയിരിക്കണം, പാക്കേജിങ് അസെപ്റ്റിക് ആയിരിക്കണം. അതുകൊണ്ടാണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ നമ്മൾ അസെപ്റ്റിക് പാസ്ചറൈസേഷൻ എന്ന് അല്ലെങ്കിൽ അസെപ്റ്റിക് പ്രോസസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ഫ്ലേവേർഡ് മിൽക്ക്. വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല ഈ ഒരു ക്ലാസ്സിൽ. കാരണം എന്താണ്, ജസ്റ്റ് നിങ്ങൾ ഒരു തവണ കേട്ടിട്ട് പോവുക, എന്നിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുക, അതിനുശേഷം മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യുക. ഇത്ര മാത്രമേ ഈ ഒരു ടോപ്പിക്ക് ചെയ്യാനുള്ളൂ. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ വീണ്ടും പറയുന്നു, ചീസ് ഫോക്കസ് ചെയ്യണം, ഫെർമെന്റഡ് മിൽക്ക് പ്രോഡക്ട്സ് ഫോക്കസ് ചെയ്യണം, അതുപോലെ ഇൻഡിജീനസ് മിൽക്ക് പ്രോഡക്ട്സ്, ഇപ്പൊ പേട അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ, ഖോയ അല്ലെങ്കിൽ അത് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ഉദാഹരണങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർത്തിരുന്നാൽ മതി. പിന്നെ ഇതിനകത്ത് ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക്, സ്കിംഡ് മിൽക്ക്, ഇതിന്റെയൊക്കെ ഫാറ്റ് പെർസെന്റ്, SNF% അത്ര ഓർത്താൽ മതി. ഫ്ലേവേർഡ് മിൽക്ക് ഒക്കെ ജസ്റ്റ് കേട്ട് പോയാൽ മതി കേട്ടോ. പഠിപ്പിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഇത്രയും എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ആകെ 5 മാർക്കാണ് ഉള്ളത്. പക്ഷേ ഓരോ മിൽക്ക് പ്രോഡക്ട്സ് തന്നെ പലതരത്തിലുണ്ട്, ഇതിന് പല കാറ്റഗറി ഉണ്ട്, ഓരോ കാറ്റഗറിയിലും പലതരത്തിൽ വേറെ ഉണ്ട്, സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം പറയാതെ വിടാൻ പറ്റില്ല, കാരണം എവിടെ നിന്ന് ചോദ്യം വരുമെന്ന് അറിയില്ല. സോ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ മാത്രം പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. എവിടെ പ്രയോറിറ്റി കൊടുക്കണം, എവിടെ സ്കിപ്പ് ചെയ്യണം എന്ന് അറിയേണ്ടതും ഒരു ടാലന്റ് ആണ്. കാരണം 5 മാർക്കിന്റെ മൊഡ്യൂളിന് വേണ്ടിയിട്ട് നമ്മൾ 50 ദിവസം നമ്മൾ വേസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇതൊക്കെ ഒറ്റ തവണ കേൾക്കുക, അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിൽ നിങ്ങൾക്കൊരു സ്റ്റഡി ബുക്ക് ഉണ്ടാവുമല്ലോ, അതിൽ എഴുതി വെക്കുക. എന്നിട്ട് അടുത്ത തവണ നിങ്ങൾ ഇത് ഫുൾ ക്ലാസ് കേൾക്കണമെന്നില്ല, നിങ്ങൾ ആ ഒരു പേപ്പറിൽ എഴുതി വെച്ച കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഒപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെയിലി എക്സാംസ് വർക്കൗട്ട് ചെയ്യുക, മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അത് മതി. അപ്പോഴേക്കും നിങ്ങൾ ഏകദേശം നല്ല രീതിയിൽ തറവാകും. എന്നിട്ട് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചീസിന്റെ ക്ലാസ് അല്ലെങ്കിൽ ബട്ടറിന്റെ ക്ലാസ്, അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കുറച്ചധികം സമയമെടുത്ത് 1, 2, 3 തവണ കേൾക്കുക. അപ്പം നിങ്ങൾക്ക് അതും പക്കയായിട്ട് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഫ്ലേവേർഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ള മിൽക്കാണ്. അതിനകത്ത് എന്താണ്, when the milk is used, the product should contain milk fat percentage at least equal to the minimum legal requirements for market milk. അപ്പോൾ മാർക്കറ്റ് മിൽക്കിന് ജനറലി ആവശ്യമായിട്ടുള്ള മിനിമം ലീഗൽ റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്തുകൊണ്ട് ആവശ്യത്തിനുള്ള ഫാറ്റ് പെർസെന്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഫാറ്റ് ലെവൽ ഇസ് ലോവർ. ഇപ്പം നമ്മൾ പാലിനകത്ത് ലീഗലി പെർമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫാറ്റ് പെർസെന്റ് ഉണ്ട്, അതിലും കുറവാണെങ്കിൽ നമ്മൾ അതിന് ഫ്ലേവേർഡ് മിൽക്ക് എന്ന് പറയില്ല, ജസ്റ്റ് ഡ്രിങ്ക് എന്ന് മാത്രമേ പറയുള്ളൂ. അതാണ് കേട്ടോ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഫ്ലേവർ ആഡ് ചെയ്ത വളരെ കുറവ് പാലിന്റെ അംശം മാത്രമുള്ള ഫാറ്റ് കണ്ടന്റ് വളരെ കുറവുള്ള വസ്തുവിനെ നമ്മൾ ഫ്ലേവേർഡ് മിൽക്കിന്റെ കാറ്റഗറിയിൽ പെടുത്തില്ല. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വേണമെങ്കിൽ വരാം. അപ്പൊ എപ്പോഴും ഓർക്കുക, ലീഗൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള മിനിമം ഫാറ്റ് പെർസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എന്തായിട്ട് പറയത്തുള്ളൂ, ഫ്ലേവേർഡ് മിൽക്ക് എന്ന ലേബലിൽ പറയത്തുള്ളൂ. അതല്ല, ഫാറ്റ് പെർസെന്റേജ് വളരെ ലോവർ ആണ്, അതായത് ഒരു 1 to 2% മാത്രമാണുള്ളതെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുന്നത്, ഡ്രിങ്ക് എന്ന ടേം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡ്രിങ്ക് എന്ന ടേം ആണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫ്ലേവേർഡ് മിൽക്കുകൾ എന്ന് നോക്കിയാൽ, ചോക്ലേറ്റ് മിൽക്ക് അല്ലെങ്കിൽ ഡ്രിങ്ക്, ഫ്രൂട്ട് ഫ്ലേവേർഡ് മിൽക്ക് അല്ലെങ്കിൽ ഡ്രിങ്ക്, സ്റ്റെറിലൈസ്ഡ് ഫ്ലേവേർഡ് മിൽക്ക് അല്ലെങ്കിൽ ഡ്രിങ്ക്. അപ്പം മിൽക്ക് എന്ന് പറയണമെങ്കിൽ അതിനകത്ത് ഫാറ്റ് പെർസെൻറ്റേജ് നമ്മുടെ ലീഗൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്താൽ മാത്രമേ മിൽക്ക് എന്ന് പറയുകയുള്ളൂ. ഇൻ കേസ് ഒരു 1 to 2% അല്ലെങ്കിൽ അതിൽ കുറവ് മാത്രമേ ഫാറ്റ് ഉള്ളൂ, വളരെ ലോ ഫാറ്റ് കണ്ടന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ഡ്രിങ്ക് എന്നാണ് വിളിക്കുക, മിൽക്ക് എന്ന് പറയില്ല. ആ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണേ. ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമായിട്ട് വരാം. ഇനി FSSAI പ്രകാരം അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് റെഗുലേഷൻ 2011 പ്രകാരം ഫ്ലേവേർഡ് മിൽക്ക് എന്ന ലേബൽ വരണമെങ്കിൽ എന്താണ്, വാട്ട് എവർ നെയിം കോൾഡ് മേ കണ്ടെയ്ൻ നട്ട്സ്, ഒന്നെങ്കിൽ ഹോൾ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രൗണ്ട് ആയിട്ടുള്ള നട്ട്സ്, ചോക്ലേറ്റ് അല്ലെങ്കിൽ കോഫി ഓർ എനി അതർ എഡിബിൾ ഫ്ലേവർ, എഡിബിൾ ഫുഡ് കളേഴ്സ് ആൻഡ് കെയിൻ ഷുഗേഴ്സ് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഫ്ലേവേർഡ് മിൽക്ക് എങ്ങനെയായിരിക്കണം, ഉറപ്പായിട്ടും എന്താണ്, പാസ്ചറൈസേഷന് വിധേയമായിരിക്കണം, സ്റ്റെറിലൈസ്ഡ് ആയിരിക്കുന്നതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ ബോയിൽഡ് ആയിരിക്കണം. ആൻഡ് ദ ടൈപ്പ് ഓഫ് മിൽക്ക് ഷാൽ ബി മെൻഷൻഡ് ഓൺ ദ ലേബൽ. അപ്പൊ എന്ത് തരത്തിലുള്ള എന്താണ്
പാലാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചതെന്ന് തീർച്ചയായിട്ടും അതിന്റെ ആ പാക്കറ്റിന്റെ ബാക്കിലുള്ള ലേബലിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണമെന്നാണ് FSSAI പ്രകാരം പറയുന്നത്. ഇത് ഞാനിങ്ങനെ FSSAI പ്രകാരം ഇങ്ങനെയാണെന്ന് പറയാനുള്ള കാര്യം, ഓരോ മിൽക്ക് പ്രോഡക്റ്റിനും FSSAI റെഗുലേഷൻസ് പ്രകാരം ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ ഫാറ്റ് പെർസെന്റ് ഇത്ര, അല്ലെങ്കിൽ SNF പെർസെന്റേജ് ഇത്ര, ഇന്നതാണെങ്കിൽ പാലെന്ന് പറയില്ല, ഇന്നതാണെങ്കിൽ ഡ്രിങ്ക് എന്നേ പറയൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് നിങ്ങളുടെ 5ാമത്തെ മൊഡ്യൂളിൽ എന്താണ് കൂടുതലും ഈ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതെന്ന് പറയുന്ന ഒരു വലിയ PDF ആണ്, FSSAIയുടെ സൈറ്റിൽ കിടക്കുന്ന ഒരു വലിയ PDF ആണ്. അപ്പൊ അത് മുഴുവനും നമുക്കൊരു PPTയിൽ എടുത്ത് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാൻ പോസിബിൾ അല്ല. അതായത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ് തന്നെ ഒരു 2-3 ദിവസം മുഴുവൻ കേൾക്കാനുള്ള ക്ലാസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വേണ്ടാത്തത് കൊണ്ടാണ് ഓരോ പ്രോഡക്ട്സും നമ്മൾ പരിചയപ്പെടുമ്പോൾ അതിനകത്ത് പ്രധാനമായും ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ത് പറയുന്നു, അല്ലെങ്കിൽ അവർ ഈ ഒരു ഉൽപ്പന്നത്തിന് ഇന്ന ക്രൈറ്റീരിയാസ് ആണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു പോകുന്നു. അതുകൊണ്ട് അവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളായിരിക്കും പറയുക. എന്നാൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളിലും FSSAI എന്ത് പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം നൽകുക. അതും കണക്റ്റഡ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ മാനുഫാക്ചറിങ് നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രിപ്പറേഷൻ ഓഫ് ചോക്ലേറ്റ് മിൽക്ക് അല്ലെങ്കിൽ ഡ്രിങ്ക് നമുക്ക് നോക്കാം. മിൽക്ക് ഓൺ recipient is standardized to 2% fat level for preparation of drink. അപ്പൊ ഡ്രിങ്ക് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എന്താണ് 2% ഫാറ്റ് ലെവൽ ലേക്ക് നമ്മൾ ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. അപ്പം 1 to 2% ആണ്. അതായത് ഫാറ്റ് പെർസെന്റ് കുറവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു പറഞ്ഞത്, ഡ്രിങ്ക് എന്ന് വിളിക്കുന്നതാണ് പറഞ്ഞത്. ഇനി സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് ഈസ് ദെൻ പ്രീ ഹീറ്റഡ് അറ്റ് 35 to 40 ഡിഗ്രി സെൽഷ്യസ്. അതിനുശേഷം എന്താണ് ഫിൽട്രേഷന് വിധേയമാക്കുന്നു. അതിനുശേഷം എന്താണ് alternatively after standardization it is preheated to 60 degrees Celsius. അതിനുശേഷം വീണ്ടും ഹോമോജനൈസേഷൻ നടത്തുന്നു. 2500 PSI പ്രഷറാണ് കൊടുക്കുന്നത്. ക്ലാരിഫിക്കേഷൻ നടത്തുന്നു. പിന്നെന്താണ് ടു ദ വാം മിൽക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നു. ഒരു 1 to 1.5% കൊക്കോ പൗഡർ, ഷുഗർ എന്ന് പറയുന്ന ഒരു 5 to 7%, എന്തെങ്കിലും സ്റ്റെബിലൈസർ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ സോഡിയം ആൽജിനേറ്റ് ഒരു 0.2% ആഡ് ചെയ്യുന്നു. അങ്ങനെ വളരെ സ്ലോലി ആഡ് ചെയ്ത് സ്റ്റിർ ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ ഡിസോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ മിക്സർ ഈസ് ദെൻ പാസ്ചറൈസ്ഡ് അറ്റ് 71 degrees Celsius for 30 minutes. പിന്നെ എന്താണ് ഇറ്റ്സ് റാപ്പിഡ്ലി കൂൾഡ് ടു 5 degrees Celsius. അതിനുശേഷം അതിനെ ബോട്ടിൽ ചെയ്യുന്നു. റെഫ്രിജറേറ്ററിൽ ഒരു 5 degrees Celsius കീപ്പ് ചെയ്യുന്നു അണ്ടിൽ ഇറ്റ് ഈസ് യൂസ്ഡ്. അപ്പൊ ഇതാണ് ചോക്ലേറ്റ് മിൽക്കിന്റെ കേസിൽ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഡ്രിങ്കിന്റെ കേസിൽ പറയുന്നത്. എന്താണ് റിസീവ് ചെയ്യുന്നു, സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു, പ്രീഹീറ്റ് ചെയ്യുന്നു, ഹോമോജനൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് അതിനകത്തേക്ക് കൊക്കോ പൗഡർ, ഷുഗർ, സ്റ്റെബിലൈസർ, മറ്റ് ഫ്ലേവേഴ്സ്, എസൻസ്, കളർ, ഷുഗേഴ്സ് ഇതെല്ലാം ആഡ് ചെയ്യുന്നു. എത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? കൊക്കോ പൗഡറിന്റെ കേസിൽ 1 to 1.5%, ഷുഗർ 5 to 7%, സ്റ്റെബിലൈസറിന് ഉദാഹരണമാണ് സോഡിയം ആൽജിനേറ്റ് 0.2%. അത്ര ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി പാസ്ചറൈസേഷന് വിധേയമാക്കുന്നു 71 degrees Celsius 30 minutes. കണ്ടോ, നമ്മുടെ HTST പാസ്ചറൈസേഷൻ അല്ല, 71 degrees Celsius ആണ്. പക്ഷേ എന്താണ് 30 minutes ആണ്, കൂടുതൽ സമയമാണ് കേട്ടോ. അതിനുശേഷം കൂളിങ്ങിന് വിധേയമാക്കുന്നു, ബോയിൽ ചെയ്യുന്നു, കൂളിങ്ങിന് വിധേയമാക്കുന്നു. അതിനുശേഷം എന്താണ് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യുന്നു, 5 degrees Celsius സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഇതാണ് ചോക്ലേറ്റ് മിൽക്ക് ഡ്രിങ്കിന്റെ കേസിൽ പറയുന്നത്. ഇതിനകത്ത് 2% മാത്രമേ ഫാറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ എന്താണ് ഡ്രിങ്ക് എന്ന് വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ കൂടുതൽ ഫാറ്റ് പെർസെന്റ് ഉണ്ട്, നമ്മുടെ ലീഗൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ മിൽക്ക് എന്ന് വിളിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രൂട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള മിൽക്കിന്റെ പ്രിപ്പറേഷൻ ആണ്. നമ്മൾ ചോക്ലേറ്റ് മിൽക്കിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ പകരം എന്താ ആഡ് ചെയ്യുന്നു, ഫ്രൂട്ട് ഫ്ലേവർ ആഡ് ചെയ്യുന്നു അല്ലെ. ഇറ്റ് ഇസ് സിമിലർ ടു ദാറ്റ് യൂസ്ഡ് ഫോർ ചോക്ലേറ്റ് മിൽക്ക് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഡ്രിങ്കിന്റെ പ്രിപ്പറേഷൻ പോലെ തന്നെയാണ്. കൊക്കോ പൗഡറിന് പകരം ഒന്നെങ്കിൽ ഫ്രൂട്ട് ഫ്ലേവേഴ്സ്, എസൻസ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് പെർമിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കളേഴ്സ് ആഡ് ചെയ്യും. അപ്പം നമ്മളുടെ ഈ FSSAIയുടെ തന്നെ സൈറ്റിലുണ്ട് ഇന്ന കളേഴ്സ് ഫുഡ് കളേഴ്സ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്, ഇന്ന കളേഴ്സ് യൂസ് ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞ് അതിനൊരു നമ്പരൊക്കെ കൊടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റിലുണ്ട്. അതിനകത്ത് പെർമിറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പം മാംഗോ ഫ്ലേവേർഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ ആ മാംഗോയുടെ ഫീല് വരാൻ വേണ്ടി എന്താണ് ആ ഒരു യെല്ലോ കളർ ആഡ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ സ്ട്രോബെറി എന്ന് പറയുമ്പോൾ ആ ഒരു പിങ്ക് കളർ ആഡ് ചെയ്യും. അതുപോലെ ഷുഗർ, റിഫൈൻഡ് ഷുഗേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് കോമൺ ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് സ്ട്രോബെറി, ഓറഞ്ച്, പൈനാപ്പിൾ, ബനാന, വാനില ഇതിന്റെയൊക്കെ ഫ്ലേവറുകളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഫ്ലേവേർഡ് മിൽക്ക്. ഇതൊന്നും വലിയ ഭീകരമായിട്ട് പഠിക്കാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്താണ് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റെറിലൈസ്ഡ് ഫ്ലേവേർഡ് മിൽക്ക്. അപ്പൊ ഇതിനകത്ത് എന്താണ് സ്റ്റെറിലൈസേഷൻ നല്ല രീതിക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്.
ഇറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റെറിലൈസ്ഡ്. നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റെറിലൈസ്ഡ് മിൽക്കിന്റെ അഡ്വാൻറ്റേജസും ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്ലേവേർഡ് മിൽക്ക് അല്ലെങ്കിൽ ഡ്രിങ്കിന്റെ അഡ്വാൻറ്റേജസും ഉണ്ടാവും. പിന്നെ എന്താണ്, ദ ഇൻകമിംഗ് മിൽക്ക് ഷുഡ് ബി പ്രീ ഹീറ്റഡ് ടു 35 to 40 ഡിഗ്രി സെൽഷ്യസ് വരെ പ്രീ ഹീറ്റ് ചെയ്തതിനു ശേഷം ഫിൽട്രേഷന് വിധേയമാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? വിസിബിൾ ആയിട്ടുള്ള ഡർട്ട്, സൊമാറ്റിക് സെൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലോ മണ്ണോ ഹെയർ പീസസോ അങ്ങനെ ഹസ്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, ഫ്ലേവർ അല്ലെങ്കിൽ എസെൻസ്, പെർമിറ്റഡ് ആയിട്ടുള്ള കളേഴ്സ്, ഷുഗർ സിറപ്പ്, ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നു, നല്ല രീതിക്ക് മിക്സ് ചെയ്യുന്നു. ഇനി ഫ്രൂട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള മിൽക്കിനെ എന്താണ് പിന്നെ ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ബോട്ടിൽസിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം പ്രോപ്പർ ആയിട്ട് എന്താണ് ക്യാപ്പിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഫിൽഡ് ബോട്ടിൽസ് ആർ ദെൻ സ്റ്റെറിലൈസ്ഡ്. എത്ര ടെമ്പറേച്ചർ എന്ന് നോക്കിയേ, 108 to 111 ഡിഗ്രി സെൽഷ്യസ് ഫോർ 25 to 30 മിനിറ്റ്സ് നമ്മൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നു. അപ്പം എന്താണ്, ആദ്യം ഈ എസൻസസ് അതുപോലെ ഷുഗർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് പെർമിറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ആ പാലിനെ നമ്മൾ അസെപ്റ്റിക് ആയിട്ട്, വളരെ അസെപ്റ്റിക് എന്നല്ല, എന്താണ് നല്ലോണം സ്റ്റെറിലൈസ് ചെയ്ത ബോട്ടിൽസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് സീൽ ചെയ്യുന്നു, ക്യാപ്പ് ചെയ്യുന്നു. അതിനുശേഷമാണ് അതിന്റെ സ്റ്റെറിലൈസേഷന് വിധേയമാക്കുന്നത്. 108 to 111 ഡിഗ്രി സെൽഷ്യസ് 25 to 30 മിനിറ്റ്സ് ആണ് വെക്കുന്നത്. എന്നിട്ട് എന്താണ്, സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ബോട്ടിൽ ഷുഡ് ബി ഗ്രാജ്വലി കൂൾഡ്. ഞാൻ വീണ്ടും പറയുന്നു, സഡൻ കൂളിംഗ് അല്ല, ഗ്രാജ്വൽ കൂളിംഗ് ആണ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യത്തിൽ അവർ മാറ്റി കൊടുക്കുമ്പോൾ വായിക്കുമ്പോൾ ശരിയാണല്ലോ, കൂളിയാണല്ലോ ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ടിൽ നമ്മൾ ശരിയെന്ന് എഴുതും. പക്ഷെ ഗ്രാജ്വലി കൂളിയാണ്, പെട്ടെന്ന് കൂളിയാണെങ്കിൽ എന്താണ്, ബോട്ടിൽ ബ്രേക്ക് ചെയ്ത് സംഭവിക്കും. ഓക്കെ, അതിനുശേഷം എന്താണ്, ഫൈനലി നമ്മൾ ഈ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഫ്ലേവേർഡ് മിൽക്കിനെ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഒരു കൂൾ പ്ലേസിൽ സ്റ്റോർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നാലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഇനി ടോൺഡ് മിൽക്ക്. ടോൺഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ FSSAI പ്രകാരം എത്രയാണ് അതിന്റെ ഫാറ്റ് പെർസെന്റും SNF പെർസെന്റും ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. മിനിമം ഫാറ്റ് പെർസെന്റ് എന്ന് പറയുന്നത് 3%, സോളിഡ് നോൺ ഫാറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് 8.5 ആണ്. അപ്പൊ ഫാറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3%, SNF എന്ന് പറയുന്നത് 8.5%. ഇതാണ് ടോൺഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. സോ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് റെഗുലേഷൻ 2011, ടോൺഡ് മിൽക്ക് മീൻസ് ദ പ്രോഡക്റ്റ് പ്രിപ്പയർഡ് ബൈ admixture of cow or buffalo milk or both with fresh skimmed milk, or by admixture of cow or buffalo milk or both, that have been standardized to fat percentage of minimum 3% and solid non-fat minimum 8.5% by adjusting the milk solids. അപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡൈസേഷൻ ആണ് ചെയ്യുന്നത്. ഇത്ര പെർസെന്റ് സ്കിം മിൽക്ക്, ഇത്ര പെർസെന്റ് ഹോൾ മിൽക്ക്, അത് ബഫലോയുടെ ആവാം, കൗവിന്റെ ആവാം, അല്ലെങ്കിൽ കൗവിന്റെ ബഫലോയുടെ മിക്സ്ഡ് ആവാം. ഇതിനെ ഒരു പർട്ടിക്കുലർ അളവില് ക്രമീകരിച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് 3% ഫാറ്റും 8.5% SNF-ഉം ഇതിലേക്ക് എത്തിച്ചെടുക്കുന്നു. അങ്ങനെ എത്തിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നു? അതിനെ ടോൺഡ് മിൽക്ക് എന്ന് പറയുന്നു. അതാണ് FSSAI പറയുന്ന ആ ഒരു വാല്യൂ ആണ് ഇമ്പോർട്ടന്റ്. ഇറ്റ് ഷാൽ ബി പാസ്ചറൈസ്ഡ്. അതിനുശേഷം അതിന് പാസ്ചറൈസേഷൻ നടത്തുന്നു. നല്ല രീതിക്ക് പാസ്ചറൈസേഷൻ നടന്നു എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്? ഇൻഡിക്കേറ്റർ ടെസ്റ്റ് ഓഫ് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പം അതിനകത്ത് ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം പൂർണ്ണമായും നശിച്ചു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നു. അതിനർത്ഥം വ്യക്തമായ രീതിക്ക് പാസ്ചറൈസേഷൻ നടന്നു എന്നാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? വെൻ ഫാറ്റ് ഓർ ഡ്രൈ നോൺ fat milk solids are used, it shall be ensured that the product remains homogeneous and not disposition of solids takes place by standing. അപ്പൊ എന്താണ്, നമ്മൾ ഇതിനകത്തേക്ക് നോൺ ഫാറ്റ് മിൽക്ക് സോളിഡ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലെ, ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഇത്ര ഫാറ്റ് പെർസെന്റ് ഇത്ര SNF പെർസെന്റിന് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ സോളിഡ്സ് ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിനെ വ്യക്തമായ രീതിയിൽ ഹോമോജനൈസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. അല്ലാതെ അവിടെ ഇവിടെ കട്ട കെട്ടി കിടക്കാനോ താഴെ സെറ്റിൽ ചെയ്യാനോ മുകളിൽ വന്ന് കിടക്കാനോ ഒന്നും പാടില്ല. എല്ലാ ഭാഗത്തേക്കും ഇത് എന്താണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഹോമോജനൈസേഷന് വിധേയമായിരിക്കണം എന്ന് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പാസ്ചറൈസേഷനും ഹോമോജനൈസേഷനും സ്റ്റാൻഡർഡൈസേഷനും വരുന്നുണ്ട് എന്തിന്റെ കേസിൽ? ടോൺഡ് മിൽക്കിന്റെ കേസിൽ. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഡബിൾ ടോൺഡ് മിൽക്ക്. അതിനകത്തും എന്താണ്, അക്കോർഡിംഗ് ടു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് റെഗുലേഷൻ 2011, ഡബിൾ ടോൺഡ് മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മീൻസ് ദ പ്രോഡക്റ്റ് പ്രിപ്പയർഡ് ബൈ അഡ്മിക്സ്ചർ ഓഫ് കൗവിന്റെയോ ബഫലോയുടെ മിൽക്ക് എടുക്കാം, അല്ലെങ്കിൽ അതിന്റെ തന്നെ മിക്സ്ചർ രണ്ടും കൂടെ ചേർന്നത് എടുക്കാം. ഫ്രഷ് സ്കിം മിൽക്ക് എടുക്കാം, അല്ലെങ്കിൽ എന്താണ് കൗ മിൽക്ക് ഓർ ബഫലോ മിൽക്ക് ഓർ ബോത്ത് ദാറ്റ് ഹാവ് ബീൻ സ്റ്റാൻഡർഡൈസ്ഡ്. നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാന്നുള്ളതാണ് ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, സ്കിംഡ് മിൽക്ക് എന്നിവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റാൻഡർഡൈസേഷൻ ആണ്. ഇവിടെ ഇതിന്റെ ഫാറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 1.5%. SNF എന്ന് പറയുന്നത് 9% ആണ്. ഓക്കെ, SNF എന്ന് പറയുന്നത് 9% ആണ്.
1.5 ഫാറ്റും SNF എന്ന് പറയുന്നത് 9% ആണ്. അപ്പൊ നോക്കിക്കേ, ടോൺഡ് മിൽക്കിന്റെ കേസിൽ ഫാറ്റ് പെർസെന്റ് എന്ന് പറയുന്നത് 3% ആയിരുന്നു. മിനിമം ഫാറ്റ് പെർസെന്റ് 3 ആയിരുന്നു. അതിന്റെ നേരെ പകുതിയാണ് ഡബിൾ ടോൺഡ് മിൽക്കിന് 1.5. മാറിപ്പോവരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. ടോൺഡ് മിൽക്ക് ആണെങ്കിൽ 3, ഡബിൾ ടോൺഡ് മിൽക്ക് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ, ഡബിൾ അല്ലേ 2 അല്ലേ, അപ്പൊ ഡിവൈഡഡ് ബൈ 2 എന്ന് ചിന്തിച്ചാൽ മതി. 1.5. ഓക്കെ, ടോൺഡ് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട് പിള്ളേർക്ക്. അപ്പം എന്താണ്, ഫാറ്റ് 3യും ഡബിൾ ടോണിന് 1.5ഉം, SNF 8.5ഉം 9ഉം. ഓക്കെ, അപ്പോ നോക്കിക്കേ, ടോണ്ടിന്റെ ഫാറ്റ് 3 ആണ്. ഈ 3നെ ഡിവൈഡഡ് ബൈ, ഡബിൾ അല്ലേ, അപ്പൊ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് 1.5 വരുന്നത്. ഇനി SNF എന്ന് പറയുന്നത് ടോണ്ടിന്റെ കേസിൽ 8.5 ആണ്. അതിൽ നിന്ന് ഒരു 0.5 SNF കൂടുതലാണ്. എന്തിന്? അതായത് 9 ആണ് നമ്മളുടെ ഡബിൾ ടോൺഡ് മിൽക്കിന്റെ SNF എന്ന് പറയുന്നത്. അപ്പൊ ഫാറ്റ് പെർസെന്റും SNF പെർസെന്റും മാറിപ്പോവേ ചെയ്യരുത്. ടോൺഡ് മിൽക്കിന് 3, ഡബിൾ ടോൺഡ് മിൽക്കിന് 1.5 ഫാറ്റ്. പക്ഷേ ടോൺഡ് മിൽക്കിന്റെ SNF 8.5 ഉള്ളൂ. ഡബിൾ ടോൺഡ് ആകുമ്പോൾ അത് 9 ആകും. ഈ വ്യത്യാസം നിങ്ങൾ ഓർത്തിരിക്കണം. അതാണ് ചോദിക്കുന്നത്. അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ അത് നിങ്ങൾക്ക് പക്കയായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതിന്റെ ടേബിളൊക്കെ ഞാൻ മിൽക്ക് പ്രോസസ്സിങ്ങിന്റെ സമയത്ത് തന്നിരുന്നു. അപ്പൊ അത് വിട്ടുപോകരുത്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഇനി ഇറ്റ് ഷാൽ ബി പാസ്ചറൈസ്ഡ്, അതുപോലെ തന്നെ ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കണം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഫാറ്റോ അല്ലെങ്കിൽ നോൺ ഫാറ്റ് മിൽക്ക് സോളിഡ്സോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാനൊന്നും പാടില്ല. അത് കാരണം അത് നല്ല രീതിക്ക് ഹോമോജനൈസ് ചെയ്യണം. അപ്പൊ എല്ലാ കേസിലും ക്ലാരിഫിക്കേഷൻ, ഹോമോജനൈസേഷൻ, പാസ്ചറൈസേഷൻ, അതുപോലെ സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അത് നമ്മൾ ടേബിളായിട്ട് മുമ്പ് കൊടുത്ത ഫ്ലോ ഡയഗ്രാം ആയിട്ടൊന്നും കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. എല്ലാത്തിനകത്തും ഈ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി അടുത്താണ് സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക്. സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഓർക്കേണ്ട കാര്യം, മിനിമം ഫാറ്റ് പെർസെന്റ് 4.5ഉം മിനിമം സോളിഡ് നോൺ ഫാറ്റ് പെർസെന്റ് 8.5ഉമാണ്. അപ്പൊ ഫാറ്റ് എന്ന് പറയുന്നത് 4.5%ഉം SNF എന്ന് പറയുന്നത് 8.5%ഉമാണ്. സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്കിലാണ് എല്ലാ കേസിലും ഈ 0.5 വരുന്നത്. അപ്പൊ ഓർക്കുക, 8.5 SNFഉം 8.5 SNFഉം ഫാറ്റ് 4.5ഉം ഉള്ള കേസാണ് സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു FSSAI റെഗുലേഷൻ 2011. നോക്കിക്കേ, സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് മീൻസ് കൗ മിൽക്ക് അല്ലെങ്കിൽ ബഫലോ മിൽക്ക് അല്ലെങ്കിൽ ഷീപ്പ് മിൽക്ക് അല്ലെങ്കിൽ ഗോഡ് മിൽക്ക് അല്ലെങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് അതിന്റെ ഫാറ്റ് പെർസെന്റ്, മിനിമം ഫാറ്റ് പെർസെന്റ് എന്ന് പറയുന്നത് 4.5ൽ എത്തിച്ചിരിക്കണം. അതുപോലെ അതിന്റെ SNF എന്ന് പറയുന്നത് 8.5ൽ എത്തിച്ചിരിക്കണം. അതുപോലെ എന്താണ്, നല്ല രീതിയിൽ പാസ്ചറൈസ് ചെയ്തിരിക്കണം. ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കണം. അതായത് അതിനകത്ത് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എൻസൈമിന്റെ പ്രസൻസ് ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ പാസ്ചറൈസേഷൻ നടന്നിട്ടുള്ളൂ എന്ന് പറയാൻ കഴിയൂ. അതുപോലെ എന്താണ്, സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് ക്യാൻ ബി ഡൺ എയ്തർ ബൈ partial skimming of the fat in the milk with a cream separator or by mixing with a fresh reconstituted skim milk for proper proportions. ഒന്നെങ്കിൽ അതിനകത്തുള്ള സ്കിം മിൽക്ക് ആഡ് ചെയ്തുകൊണ്ട് അതിന്റെ എന്താണ് ഫാറ്റ് കുറയ്ക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്താണ്, പാർഷ്യൽ സ്കിമ്മിങ് വഴി അതിനകത്ത് ഫാറ്റിന് നമുക്ക് ക്രീം സെപ്പറേറ്റർ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഫാറ്റ് കൂടുതലാണെങ്കിൽ ഫാറ്റിനെ കുറയ്ക്കുക, കുറവാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സംഭവം. ഓക്കെ, സ്റ്റാൻഡർഡൈസേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. ഇത്ര ഹോൾ മിൽക്കിന്റെ പെർസെന്റേജ് എടുക്കുന്നു, ഇത്ര എന്താണ് നമ്മൾ സ്കിം മിൽക്ക് ആഡ് ചെയ്യുന്നു, എന്നിട്ട് മിക്സ് ചെയ്യുന്നു, അതായത് ഒരു പർട്ടിക്കുലർ പ്രൊപ്പോർഷനിലേക്ക് എത്തിക്കുന്നു. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ. അതിന്റെ ഇക്വേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, ഇക്വേഷൻ അല്ല, അത് എങ്ങനെയാണെന്ന് നമ്മുടെ പിയേഴ്സൺ സ്ക്വയർ മെത്തേഡൊക്കെ വെച്ച് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അതൊന്നും മറന്നു പോകരുത്. മിൽക്ക് പ്രോസസ്സിംഗ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണേ. ഇനി സ്കിംഡ് മിൽക്ക്. സ്കിംഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു FSSAI റെഗുലേഷൻ 2011, സ്കിംഡ് മിൽക്ക് മീൻസ് ദ പ്രോഡക്റ്റ് പ്രിപ്പയർഡ് from milk from which almost all milk fat has been removed mechanically. അപ്പൊ എങ്ങനെയാ സ്കിം മിൽക്കിൽ നിന്ന് മിൽക്ക് ഫാറ്റിനെ റിമൂവ് ചെയ്യുന്നത്? ഒരു ക്രീം സെപ്പറേറ്റർ ഉപയോഗിച്ച്. ക്രീം സെപ്പറേറ്റർ എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മൾ അതിനകത്തുള്ള ഫാറ്റിനെ മുഴുവനും, ഫാറ്റ് ലൈറ്റ് വെയിറ്റ് ആണല്ലേ, അപ്പൊ ഫാറ്റിനെ മുഴുവനും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ സ്കിം മിൽക്കിനകത്ത് ലെസ് ദാൻ 0.5% മാത്രമേ ഫാറ്റ് കാണുള്ളൂ. ഒരു 0.1 to 0.5% മാത്രമേ ഫാറ്റ് കാണത്തുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ സ്കിം മിൽക്ക് എന്ന് പറയുമ്പോൾ ഓർക്കണം, അതിനകത്ത് ഫാറ്റ് വളരെ കുറവാണ്, എന്നാൽ SNF നല്ല രീതിക്കുണ്ട്.
അപ്പൊ അതാണ് ഓർത്തിരിക്കേണ്ടത്. ഫാറ്റ് കുറഞ്ഞ പാലിനെയാണ് നമ്മൾ സ്കിം മിൽക്ക് എന്ന് പറയുന്നത്. ഈ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ സ്കിം മിൽക്ക് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഫാറ്റ് കുറഞ്ഞ ലോ ഫാറ്റ് അല്ലെങ്കിൽ 0.5 താഴെ മാത്രം ഫാറ്റ് കണ്ടന്റ് ഉള്ള പാലിനെയാണ് നമ്മൾ സ്കിം മിൽക്ക് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ബാക്കി ഫാറ്റിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്തത്? ഒരു ക്രീം സെപ്പറേറ്റർ ഉപയോഗിച്ചാണ് റിമൂവ് ചെയ്തത്. എന്നാൽ ഇങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കുന്ന ക്രീമിന് നമുക്ക് എന്താണ് ഫർദർ പ്രോസസ്സിങ്ങിലൂടെ മറ്റ് വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളായിട്ട് ബട്ടറോ ഗീയോ ഒക്കെ ആയിട്ട് മാറ്റാം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീമായിട്ടോ അങ്ങനെയൊക്കെ മാറ്റാം. എന്നിട്ട് എന്താണ് അതിൽ നിന്നും വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് റീകമ്പൈൻഡ് മിൽക്കും റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്കും ഇത് തമ്മിൽ ഉള്ള ഡിഫറൻസ് ചിലപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമായിട്ടൊക്കെ ചോദിക്കാം. അപ്പൊ ഒന്ന് നോക്കിക്കേ, റീകമ്പൈൻഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ FSSAI പ്രകാരം എന്താണ്? ദ ഹോമോജനൈസ്ഡ് പ്രോഡക്റ്റ് പ്രിപ്പയർഡ് ഫ്രം മിൽക്ക് ഫാറ്റ്, നോൺ ഫാറ്റ് മിൽക്ക് സോളിഡ്സ് ആൻഡ് വാട്ടർ. അപ്പോ ആവശ്യാനുസരണം വാട്ടറിനെയും നോൺ ഫാറ്റ് മിൽക്കിനെയും പിന്നെ മിൽക്ക് ഫാറ്റിനെയും, മിൽക്ക് ഫാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബട്ടർ ഓയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ, ബട്ടർ ഓയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനെ റീകമ്പൈൻ ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണമുള്ള ഫാറ്റ് ആൻഡ് SNF പെർസെൻറ്റേജിലേക്ക് നമ്മൾ ഇതിനെ റീകമ്പൈൻ ചെയ്യുകയാണ്. അതായത് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് കിട്ടി, ഫാറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടി, SNF സെപ്പറേറ്റ് ആയിട്ട്, ഇതിന് നമ്മൾ റീകമ്പൈൻ ചെയ്യുവാണ്. റീകമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ പാലിന്റെ അതേ ന്യൂട്രീറ്റീവ് വാല്യൂയിലേക്കും അതിന്റെ ടെക്സ്ചറിലേക്കും ഒക്കെ മാറ്റി എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റീകമ്പൈൻഡ് മിൽക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ മിൽക്ക് ഫാറ്റ് ആയിട്ട് നമ്മൾ ബട്ടർ ഓയിലൊക്കെ ഉപയോഗിക്കും. അപ്പം അത് എന്തിന്റെ കേസിലാണ്? റീകമ്പൈൻഡ് മിൽക്കിന്റെ കേസിലാണ്. FSSAI പ്രകാരം റീകമ്പൈൻഡ് മിൽക്ക് ഷുഡ് കണ്ടെയ്ൻ മിനിമം ഓഫ് 3% ഫാറ്റ് ആൻഡ് 8.5% സോളിഡ് നോൺ ഫാറ്റ്. അതായത് നമ്മുടെ ടോൺഡ് മിൽക്കിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ആണ്. ഫാറ്റ് 3%, SNF 8.5. ഇതാണ് ജനറൽ കണ്ടീഷൻ ആയിട്ട് നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ റീകമ്പൈൻഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ റീകമ്പൈൻ ചെയ്യാണ്, വീണ്ടും അതിനെല്ലാം കമ്പൈൻ ചെയ്യാണ്. അതിനകത്ത് വാട്ടർ ഉണ്ട്, മിൽക്ക് ഫാറ്റ് ഉണ്ട്, അത് ബട്ടർ ഓയിലിന്റെ ഒക്കെ രൂപത്തിലായിരിക്കും. അതുപോലെ എന്താണ് നോൺ ഫാറ്റ് കണ്ടന്റ് ആയിട്ടുള്ള മറ്റ് പ്രോട്ടീന്, ലാക്ടോസ്, മിനറൽസ്, വൈറ്റമിൻസ് അതെല്ലാം കൂടെ ചേർന്നിട്ട് ആ പാലിന്റെ ന്യൂട്രീറ്റീവ് വാല്യൂവിനെ മിമിക് ചെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിലേക്ക് ഇതിനെ റീകമ്പൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, റീകമ്പൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫാറ്റ് പെർസെന്റ് 3ഉം SNF പെർസെന്റ് 8.5 ആണ്. എക്സാക്ട്ലി സെയിം ആ സ്റ്റോൺഡ് മിൽക്ക്. ഓക്കെ, അത് ഓർത്തിരിക്കണേ. ഇനി അടുത്തത് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക്. റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യപ്പെടുന്ന ഹോൾ മിൽക്ക് പൗഡറും വാട്ടറും ആണ്. ഹോൾ മിൽക്ക് പൗഡറും വാട്ടറുമാണ്. എന്തൊക്കെയാണ് എടുക്കുന്നത്? ഹോൾ മിൽക്ക് പൗഡർ, അതുപോലെ എന്താണ് വാട്ടർ, ഇത് തമ്മിലാണ് ചേർക്കുന്നത്. അതായത് ഇപ്പം 1 പാർട്ട് പൗഡർ വിത്ത് 7 to 8 parts ഓഫ് വാട്ടർ എന്നൊക്കെ പറഞ്ഞ് പ്രപ്പോർഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. അതായത് ഇപ്പം മിൽക്കിന് സ്കേഴ്സിറ്റി അനുഭവിക്കുന്ന സീസണുകൾ അല്ലെങ്കിൽ കറവ ഇല്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ പാല് ദൗർലഭ്യം നേരിടുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ഈ പൊടി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കും. ആ പൊടി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കുമ്പോൾ നമുക്ക് എന്താണ് പാല് പോലെ കിട്ടും. അതാണ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് എന്ന് പറയുന്നത്. ഒക്കെ മാറ്റിയിട്ട് വെള്ളത്തിലേക്ക് നമ്മൾ ഹോൾ മിൽക്ക് ആഡ് ചെയ്യുന്നത്. സ്കേഴ്സിറ്റി ഉള്ള ലീൻ സീസണിൽ മിൽക്ക് സ്കേഴ്സിറ്റി ഉള്ളപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ റീകമ്പൈൻഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ അവിടെ വാട്ടർ ഉണ്ട്, അതുപോലെ മിൽക്ക് ഫാറ്റ് ബട്ടർ ഓയിലിന്റെ ഒക്കെ രൂപത്തിലുള്ള മിൽക്ക് ഫാറ്റ് ഉണ്ട്, പിന്നെ എന്താണ് മറ്റ് സോളിഡ് നോൺ ഫാറ്റുകളുണ്ട്. എന്നിട്ട് എന്താണ് 3% ഫാറ്റും 8.5% SNFും ആക്കി മാറ്റുന്നുണ്ട്. അവിടെ ആ ന്യൂട്രീറ്റീവ് വാല്യൂ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹോൾ മിൽക്ക് പൗഡർ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ഹോൾ മിൽക്ക് പൗഡർ വെറുതെ വെള്ളത്തിൽ കലക്കിയിട്ട് ആ പാലില്ലാത്ത സമയത്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പാലില്ലാത്തപ്പോൾ അമൂലിന്റെ പൊടിയൊക്കെ കലക്കി കഴിക്കൂലേ, അതുപോലത്തെ സംഭവം. അതാണെന്നല്ല പറയുന്നത്, അതുപോലെ ജസ്റ്റ് ആ പൗഡർ വെള്ളത്തിൽ കലക്കിയിട്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കഴിക്കുന്നു. അത് ലീൻ സീസണിലൊക്കെ അല്ലെങ്കിൽ സ്കേഴ്സിറ്റി ഉള്ള സമയത്തൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് ഉപയോഗിക്കുന്നത്. അടുത്തത് സോഫ്റ്റ് കേർഡ് മിൽക്ക്. സോഫ്റ്റ് കേർഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ മിൽക്ക് ദാറ്റ് ഫോംസ് എ സോഫ്റ്റ് കേർഡ് വെൻ കൊയാഗുലേറ്റഡ് വിത്ത് റെന്നറ്റ് അല്ലെങ്കിൽ പെപ്സിൻ. അപ്പൊ റെന്നറ്റ്, പെപ്സിൻ എന്നൊക്കെ പറയുന്നത് എൻസൈമുകളാണ്. ഇങ്ങനത്തെ എൻസൈമുകൾ പാലിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? കൊയാഗുലേഷൻ സംഭവിക്കുന്നു. അങ്ങനെ സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയർ അനുസരിച്ച് ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ആ കൊയാഗുലേറ്റഡ് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫ്റ്റ് കേർഡ് എന്ന് പറയുന്നത്. ഇനി സോഫ്റ്റ് കേർഡിന് എന്തുണ്ട്? ഇറ്റ് ഹാസ് എ കേർഡ് ടെൻഷൻ ലെസ് ദാൻ 25 gram. അപ്പൊ 25 gram നേക്കാളും കുറവ് ആയിട്ടുള്ള എന്തുണ്ടെന്നാ പറയുന്നത്?
കേർഡ് ടെൻഷൻ ഉണ്ടെന്നാണ് സോഫ്റ്റ് കേർഡ് മിൽക്കിനെ കുറിച്ച് പറയുന്നത്. ഇനി സോഫ്റ്റ് കേർഡ് മിൽക്കിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോ കേസിൻ കണ്ടന്റ്, ലോ കാൽഷ്യം കണ്ടന്റ്. അപ്പൊ ലോ കേസിൻ കണ്ടന്റും ലോ കാൽഷ്യം കണ്ടന്റും ആയിരിക്കും എന്തിനകത്തുള്ളത്? സോഫ്റ്റ് കേർഡ് മിൽക്കിനകത്തുള്ളത്. ഇനി വൈറ്റമിനൈസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ ഇറാഡിയേറ്റഡ് മിൽക്ക് എന്ന് പറയും. അപ്പൊ വൈറ്റമിനൈസ്ഡ് മിൽക്ക് ഇസ് ദ മിൽക്ക് വിച്ച് ഹാസ് വൺ ഓർ മോർ വൈറ്റമിൻസ് ആഡഡ്. അപ്പൊ ഒന്നോ അതിലധികമോ വൈറ്റമിൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വൈറ്റമിനൈസ്ഡ് മിൽക്സ് എന്ന് പറയുന്നു. ഇറാഡിയേറ്റഡ് മിൽക്ക് ഇത് രണ്ട് കാര്യങ്ങളാണ്. ഇറാഡിയേറ്റഡ് മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? വൈറ്റമിൻ ഡി കണ്ടന്റ് ഇൻക്രീസ് ചെയ്തിട്ട് എന്താണ്? അൾട്രാ വയലറ്റ് റേസിന്റെ എക്സ്പോഷർ കൊടുത്തിട്ട് നമുക്ക് ഇറേഡിയേഷൻ, അതായത് പാത്തജനിക് സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നു. UV റേസ് ആണല്ലേ വരുന്നത്, അപ്പൊ ഇറേഡിയേഷൻ സംഭവിക്കുന്നു. അപ്പൊ അതിനകത്ത് വൈറ്റമിൻ ഡിയുമായിട്ട് പ്രോസസ് വൈറ്റമിൻ ഡി കൂട്ടാൻ വേണ്ടിയിട്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറാഡിയേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത്. മറ്റ് വൈറ്റമിൻസ് ഒക്കെ ആഡ് ചെയ്യുന്നതാണെങ്കിൽ വൈറ്റമിനൈസ്ഡ് മിൽക്ക് എന്ന് വേണമെങ്കിലും പറയാം. ഇനി അത് തന്നെയാണ് ശരിക്കും ഫോർട്ടിഫൈഡ് മിൽക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഫോർട്ടിഫിക്കേഷൻ സംഭവിക്കുന്നത്. നമ്മുടെ പാലിന്റെ കവറിലൊക്കെ F+ എന്ന് കാണത്തില്ലേ, അത് ഫോർട്ടിഫിക്കേഷൻ ആണ്. അതുപോലെ മിനറൽസും നമുക്ക് എന്താണ്? ഇപ്പൊ കാൽഷ്യം അഡീഷണൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ഫോസ്ഫറസ് അഡീഷണൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ പാലിന് നമ്മൾ ഫോർട്ടിഫൈഡ് മിൽക്ക് എന്ന് പറയുന്നു. ഇനി ഫ്രോസൺ കോൺസെൻട്രേറ്റഡ് മിൽക്ക് എന്താണ്? പേര് കേട്ടാൽ തന്നെ അറിയാം, ഫ്രോസൺ ആയിരിക്കും അല്ലെ. അപ്പൊ പാലിന് നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനകത്തുള്ള വെള്ളത്തിന്റെ കണ്ടന്റ് കുറച്ചെടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താണ്? അതിനെ ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഫ്രോസൺ കോൺസെൻട്രേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത്. ഇനി ഹ്യൂമനൈസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഹോൾ കൗ മിൽക്ക് അല്ലെങ്കിൽ ബഫലോ മിൽക്ക് എടുക്കുന്നു. എന്നിട്ട് അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിനെയൊക്കെ മോഡിഫൈ ചെയ്ത് ഹ്യൂമൻ മിൽക്കിൻ്റെതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ റിസംബിൾ ചെയ്യുന്ന രീതിക്ക് ആക്കി എടുക്കുന്നതിനെയാണ് ഹ്യൂമനൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ മിൽക്കിന്റെ കോമ്പോസിഷനും കൗവിന്റെയോ ബഫലോയുടെ മിൽക്കിന്റെ കോമ്പോസിഷനും ഡിഫറെന്റ് ആണ്. എന്നാൽ കൗവിന്റെയോ ബഫലോയുടെ മിൽക്കിന്റെ കോമ്പോസിഷനെ നമ്മൾ അൾട്ടർ ചെയ്തുകൊണ്ട് ഹ്യൂമൻ മിൽക്കിനെ റിസംബിൾ ചെയ്യുന്ന രീതിക്ക് അതിന്റെ ന്യൂട്രീറ്റീവ് വാല്യൂയും അതിന്റെ കോമ്പോസിഷനും ആക്കി എടുത്തിട്ട് നമ്മൾ പറയും അത് ഹ്യൂമനൈസ്ഡ് മിൽക്കാണ്. മുലപ്പാലിന്റെ അത്ര തന്നെ വാല്യൂ ഉള്ള അല്ലെങ്കിൽ അത്ര തന്നെ ന്യൂട്രീറ്റീവ് സംഭവങ്ങൾ ഉള്ളതാണ് പശുവിൻ പാൽ എന്ന രീതിക്ക് കൊടുക്കും. പക്ഷെ അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്താണ്? ഹ്യൂമൻ മിൽക്കിന്റെ സിമിലർ ആയിരിക്കും അല്ലെങ്കിൽ റിസംബിൾ ചെയ്യുന്നതായിരിക്കും. അടുത്തത് നോക്കൂ, ഫിൽഡ് മിൽക്ക് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് വെൻ വെജിറ്റബിൾ ഫാറ്റ്, സ്കിം മിൽക്ക് പൗഡർ ആൻഡ് വാട്ടർ ആർ കമ്പൈൻഡ് ഇൻ കറക്റ്റ് പ്രൊപ്പോർഷൻ ടു yield ഫ്ലൂയിഡ് മിൽക്ക്. അപ്പോൾ ഒരു ഫ്ലൂയിഡ് മിൽക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾ ഫാറ്റും അതുപോലെ സ്കിം മിൽക്ക് പൗഡറും വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നതിനാണ് ഫിൽഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ വാട്ടർ ഉണ്ട്, വെജിറ്റബിൾ ഫാറ്റ് ആണ്, ഓർക്കണം വെജിറ്റബിൾ ഫാറ്റ് ആണ്, അതുപോലെ എന്താണ്? സ്കിം മിൽക്ക് പൗഡർ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമുക്ക് എന്ത് പറയുന്നത്? ഫിൽഡ് മിൽക്ക് എന്ന് പറയുന്നത്. ഇനി ഇമിറ്റേഷൻ മിൽക്ക് എന്താണ്? ഇമിറ്റേഷൻ മിൽക്ക് എന്ന് പറയുമ്പോൾ ദ പ്രോഡക്റ്റ് റിസംബിൾസ് ദ മിൽക്ക് ബട്ട് നോട്ട് ഡയറി ഒറിജിൻ. അപ്പൊ ഡയറി ഒറിജിൻ അല്ലാതെ നമ്മൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ യൂറിയോ ഡിറ്റർജന്റോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് പാലാണെന്ന് തോന്നും കണ്ടാൽ, പക്ഷെ എന്താണ്? പാലിൻ്റെതായിട്ടുള്ള യാതൊരു സംഭവങ്ങളും ഇല്ല, നോൺ ഡയറി പ്രോഡക്റ്റ് ആയിരിക്കും. ഇനി വെജിറ്റബിൾ ടോൺഡ് മിൽക്ക്, വെജിറ്റബിൾ മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ ആൽമണ്ട്, സോയ, ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ്? പാല് എടുക്കാൻ സാധിക്കും അല്ലെ. അത് നമ്മൾ ക്രഷ് ചെയ്ത് പിഴിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് വെജിറ്റബിൾ പ്രോട്ടീൻ എടുക്കാൻ പറ്റും, ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട്. അതായത് ഇപ്പം മിൽക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാർക്ക് ഒക്കെ എന്താണ്? ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ദ മിൽക്ക് പ്രോട്ടീൻ ഓഫ് സ്കിം മിൽക്ക് പൗഡർ ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ വെജിറ്റബിൾ പ്രോട്ടീൻ ഐസൊലേറ്റഡ് ഫ്രം ഗ്രൗണ്ട് നട്ടോ സോയ മിൽക്കോ അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്കോ, അതൊക്കെ എന്താണ്? വെജിറ്റബിൾ മിൽക്കിനകത്ത് വരുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. പലതരത്തിലുള്ള സ്പെഷ്യൽ മിൽക്കുകൾ, ഇതിനകത്ത് ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ ഫാറ്റ് പെർസെന്റ്, SNF% ഓർത്തിരിക്കുക. അതുപോലെ റീകമ്പൈൻഡ് മിൽക്കും റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്കും പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ എന്താണ് ഫോർട്ടിഫിക്കേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് പഠിക്കുക, എന്നിട്ട് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. റിവിഷൻ ടൈമിൽ ആ പേപ്പർ മാത്രം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരാതെ ഇരിക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോകണം. പക്ഷേ ഇതിനകത്തുനിന്ന് ചോദ്യം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വരാൻ കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, സഡൻ കൂളിംഗ് പറ്റത്തില്ല, ഗ്രാജുവൽ കൂളിംഗ് വേണം, ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യത്തിൽ വരാം. കാരണം ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് ഓർക്കുക ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഹൈ ലെവൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിന് മാനുഫാക്ചറിങ്ങും ഇങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു പോയിന്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് സ്ട്രെസ് ചെയ്ത് മനസ്സിലാക്കി തന്നെ പഠിക്കണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.